നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും ഇടുക്കി കോടതിയിലും ബോംബ് ഭീഷണി. കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും കോടതിയിലും വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി ഉണ്ടായതെന്നാണ് വിവരം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ സംരക്ഷണ ഭിത്തി നിലനിൽക്കുമ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രിയും എംപിയും കണ്ണടച്ചിരുട്ടാക്കുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ തടസ്സമായ ഈട്ടിമരം. റോഡ് നിർമ്മാണം നിലച്ചു. വനം വകുപ്പ് മരം മുറിച്ചു മാറ്റി റോഡ് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന ആവശ്യം. വരയാടുകളുടെ പ്രജനനകാലം മുൻനിർത്തി വിനോദസഞ്ചാര കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായുള്ള രാജമല അടച്ചു. ഇനി 2 മാസത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ഏപ്രിൽ 1 വീണ്ടും സന്ദർശകർക്കായി ഉദ്യാനം തുറക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും ഇടുക്കി കോടതിയിലും ബോംബ് ഭീഷണി. കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും കോടതിയിലും വിദഗ്ധ സംഘം പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡും ഇടുക്കി പോലീസും ഡോഗ് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത്. ബോംബ് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇമെയിൽ വഴിയാണ് ഭീഷണി ഉണ്ടായതെന്നാണ് വിവരം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ സംരക്ഷണ ഭിത്തി നിലനിൽക്കുമ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും എംപിയുടെയും ഓഫീസ് ഉൾപ്പെടെ നിശബ്ദതയിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായി നിൽക്കുന്നത് ഈ സംരക്ഷണ ഭിത്തിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏതു നിമിഷവും തകർന്നു വീഴുന്ന സ്ഥിതിയിൽ തന്നെയാണ് ഈ കൽക്കെട്ട് തുടരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതാണ് ഈ സംരക്ഷണ ഭിത്തി. അതായത് ഇടുക്കി മെഡിക്കൽ കോളേജ് ജന്മം കൊള്ളുന്നതിനും വർഷങ്ങൾക്കു മുമ്പ്. കാട്ടുമരങ്ങൾ പടർന്നു കയറിയതോടുകൂടി അതിൻ്റെ വേരുകൾ ഇറങ്ങി ഭിത്തി മുന്നോട്ട് തള്ളി. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസും മറ്റു വാഹനങ്ങളും രോഗികളും എല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. 2018 ഉൾപ്പെടെയുള്ള പ്രളയങ്ങൾ അതിജീവിച്ച നാട് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെ. എന്നാൽ മന്ത്രിയുടെയും എംപിയുടെയും ഓഫീസുകൾ മെഡിക്കൽ കോളേജിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരുവരും ശ്രമിക്കുന്നില്ല. നിയമത്തെ മറികടന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കരാറുകാരൻ നിയമങ്ങൾ തെറ്റിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം. ഇതേത് സമയത്തും ഇടിയുന്ന അവസ്ഥയിലാണ്. കെട്ടിട ഇടിഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്കും ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കും കെട്ടിടത്തിനും എല്ലാം ഭീഷണിയാണ്. ഈ കെട്ടിടത്തിനും ചുറ്റിലും ചെറിയ ചെറിയ മരങ്ങൾ ഈ കെട്ടയിൽ കൂടി വളർന്നു നിൽക്കുവാണ്. അത് ഈ കെട്ടിന് അപകടമാണ്. അത് വെട്ടിമാറ്റാനോ അത് നശിപ്പിക്കാനോ ഒന്നും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങൾ, HMC മീറ്റിംഗുകൾ, പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ, ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതുവഴി കടന്നു പോകാറുള്ളൂ. എന്നാൽ സദാസമയവും ഇതുവഴി കടന്നു പോകുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തുന്ന കാര്യത്തിൽ ആരും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്താത്തതെന്ന ആരോപണവും ശക്തമാണ്. സിറ്റിവിഷൻ ഇടുക്കി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ തടസ്സമായി ഈട്ടിമരം. റോഡ് നിർമ്മാണം നിലച്ചു. വനംവകുപ്പ് മരം മുറിച്ചു മാറ്റി റോഡ് നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഈട്ടിമരം കാരണം തടസ്സപ്പെട്ടതായി ആരോപണം. കഞ്ഞിക്കുഴി ടൗണിന് സമീപം കുഴിസിറ്റിയിൽ വളവിൽ നിൽക്കുന്ന ഈ മരം റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു വരുന്ന ഭാഗത്താണ് നിൽക്കുന്നതെന്ന് കരാറുകാർ പറയുന്നു. കരാറുകാരരും പ്രദേശവാസികളും പലതവണ വനംവകുപ്പിന്റെ അനുമതി തേടിയെങ്കിലും നിയമപരമായ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി മരം മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി. മരം നീക്കം ചെയ്യാതെ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് സാങ്കേതികമായി അസാധ്യമാണ്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ പണി മെയിൻ്റനൻസ് നടക്കുമ്പോൾ കുഴിസിറ്റി ഭാഗത്ത് കൊടും വളവിൽ ഒരു 80 ഇഞ്ചോളം മണ്ണമുള്ള ഒരു ഈട്ടിത്തടി അതിൻ്റെ നടുക്കാണ് ഈ കെട്ട് എന്ന് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടുന്ന ഈ കെട്ട് ഈ തടി വളരുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അകലെ കണ്ണ് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായി ഇടപെട്ട് ആ തടി വെട്ടിമാറ്റുവാൻ സത്വര നടപടി സ്വീകരിച്ച് ഈ പൈസ നഷ്ടപ്പെടുന്നത് ഇല്ലെന്നാക്കണം. ഈ നാടിൻ്റെ പുരോഗതിക്ക് അത് അനിവാര്യമാണ്. റോഡിനോട് ചേർന്നുള്ള കൽക്കെട്ട് നിർമ്മിക്കുമ്പോൾ ഈട്ടിമരത്തിലേക്കാണ് അലൈൻമെന്റ് പോകുന്നത്.
മരം ഒഴിവാക്കി കൽക്കെട്ട് പണിതാലും ഭാവിയിൽ വൃക്ഷം വളർന്ന സംരക്ഷണ ഭിത്തിക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വനംവകുപ്പ് അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി. വരയാടുകളുടെ പ്രജനനകാലം മുൻനിർത്തി വിനോദസഞ്ചാര കേന്ദ്രമായ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായുള്ള രാജമല അടച്ചു. ഇനി 2 മാസത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ഏപ്രിൽ 1 വീണ്ടും സന്ദർശകർക്കായി ഉദ്യാനം തുറക്കും. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. 2 ആഴ്ച മുമ്പ് രാജമലയിൽ പുതിയ വരയാടിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളും വനം വന്യജീവി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. 2025 നടത്തിയ കണക്കെടുപ്പിൽ 830 വരയാടുകളാണ് രാജമലയിൽ കണ്ടെത്തിയത്. ഇതിൽ 144 പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളാണ്. വരയാടുകളെയും കുഞ്ഞുങ്ങളെയും തൊട്ടടുത്ത് കാണാൻ കഴിയുന്ന രാജ്യത്തെ ഏക ആവാസ കേന്ദ്രമാണ് രാജമല. മൂന്നാറിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെ, സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ ഉയരത്തിൽ 97 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് രാജമല സ്ഥിതി ചെയ്യുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതകൾ ഒട്ടുമിക്കതും വരണ്ടുണങ്ങി. ജലസമൃദ്ധിയുടെ അടയാളങ്ങൾ തെല്ലുപോലുമില്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട്. വെയിലിൽ മലയോരം വരണ്ട് ടൂറിസത്തിനും തിരിച്ചടിയാവുകയാണ്. വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി. ചീയപ്പാറയും വാളറയും തുടങ്ങി പേര് കേട്ടതും പേര് കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട്. ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത വളരെ വലുതാണ്. എന്നാൽ വേനലിൻ്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും ശോഷിച്ചു കഴിഞ്ഞു. പേരിനു പോലും ഒരു അടയാളം ബാക്കി വയ്ക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത്. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാകുന്നുണ്ട്. ജലസമൃദ്ധിയുടെ ഓർമ്മകളിലെത്തി വരണ്ടു കിടക്കുന്ന പാറയിടക്കുകൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഒട്ടുമിക്കയിടങ്ങളിലും കാണാം. വെള്ളം പൂർണ്ണമായി വറ്റിവരണ്ട് സഞ്ചാരികൾ കൈയൊഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി. വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി ഇവർ പറയുന്നു. വണ്ടി നിർത്തുന്നില്ല, കച്ചവടം കിട്ടുന്നില്ല, കച്ചവടക്കാരെയൊക്കെ നിർത്തിപ്പോയി. ഇനി വെള്ളമാകുമ്പോഴേ എല്ലാവരും വരുവുള്ളൂ. ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ മൂന്നാറിന് പോകുന്നുണ്ട്. തണുപ്പ് ഉണ്ട്, മൂന്നാർ നല്ല തണുപ്പാണ്. ഇവിടെ വണ്ടി നിർത്തൽ കുറവാണ്, അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. കച്ചവടം കുറവാണ്, വെള്ളമില്ലാത്തതുകൊണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വഴിയോര വിൽപ്പന നടത്തിയിരുന്ന ചിലർ കച്ചവടം നിർത്തി മറ്റു ജോലികളൊക്കെ പോയി കഴിഞ്ഞു. ഇനിയും പൂർണ്ണമായി വരളാത്ത ചില വെള്ളച്ചാട്ടങ്ങളാണ് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാകുന്നത്. അതേസമയം അയൽ ജില്ലകളെ അപേക്ഷിച്ച് പകൽ ചൂടിന് ഇടുക്കിയിൽ കുറവുണ്ട്. രാത്രികാലത്ത് അന്തരീക്ഷ താപനില താഴുന്നത് ആശ്വാസകരമാണ്. ഇടുക്കിയിൽ എപ്പോഴും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിത് തന്നെ. വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പ് നീണ്ടാൽ പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളടക്കം കൂടുതൽ ശോഷിക്കുന്ന സ്ഥിതിയുണ്ടാകും. സിറ്റി വിഷൻ, അടിമാലി. 22ാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി ജില്ലയ്ക്ക് അഭിമാനമായിരിക്കുകയാണ് ചക്കുപള്ളം അണക്കര സ്വദേശി അഖിൽ ഗിരീഷ്. ഈ മാസം 12 മുതൽ 15 വരെ അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന അഖിലിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. വയനാട് ജില്ലയിൽ പൊഴുതന ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ വെച്ച് നടന്ന 22ാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 23 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച അഖിൽ ഗിരീഷ് നിരവധി താരങ്ങളെ പിന്നിലാക്കി വെങ്കല മെഡൽ നേടിയത്. ഈ മാസം 12 മുതൽ 15 വരെ അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന നാഷണൽ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അഖിൽ. ജില്ലയുടെയും സംസ്ഥാനത്തിനാകെയും അഭിമാനമായ അഖിലിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി.
അഖിലിന്റെ വീട്ടിൽ നടന്ന അനുമോദന ചടങ്ങ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ജോണി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളർന്നു വരുന്ന ഒരു താരമാണ്. ദേശീയ തലത്തിൽ ഒരു റെക്കോർഡോടുകൂടി നമുക്ക് നമ്മുടെ നാടിന് അഭിമാനപരമായിട്ട് അഖിൽ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് ആശംസിക്കാം. അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ, YMCA പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ, മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. പ്രവീൺ ലാൽ എന്നിവർ സംസാരിച്ചു. 16 വയസ്സിൽ താഴെ വിഭാഗത്തിൽ സഹോദരൻ അർജുൻ ഗിരീഷ് 6ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അണക്കര സ്വദേശികളായ പാലന്തറ വീട്ടിൽ ഗിരീഷ്, രജനി ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. അഖിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് BA എക്കണോമിക്സ് 1ാം വർഷ വിദ്യാർത്ഥിയും അർജുൻ വണ്ടൻമേട് സെന്റ് ആന്റണീസ് HS 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം, ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ സ്തംഭനത്തിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും ധർണാ സമരവും വ്യാഴാഴ്ച രാവിലെ 10:30 തേക്കിൻകാനത്ത് സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെയുള്ള 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച് 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചതാണ്. ഒച്ചിന്റെ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങളും ഡിപ്പാർട്ട്മെന്റിലേക്ക് നിരവധി നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരവുമാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ യോഗം ചേർന്ന കിങ്ങണി രാജേന്ദ്രൻ ചെയർപേഴ്സണായും VK മാത്യു ജനറൽ കൺവീനറായും റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ 1ാം ഘട്ടമായി വ്യാഴാഴ്ച തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. 39 കോടി രൂപ ചെലവഴിച്ച് 5 കിലോമീറ്റർ റോഡ് സൈഡ് വാൾ ഉൾപ്പെടെ കെട്ടി ടാർ ചെയ്ത് എല്ലക്കല്ലിൽ പാലം ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 39 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 3 വർഷമായിട്ട്
ഈ പ്രദേശത്തൂടെ ഉണ്ടായിരുന്ന ബസ് സർവീസ് എല്ലാം നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും 5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോലും ഇതുവരെയായിട്ടും ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിരവധിയായ ബഹുജന സമരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികൾ എല്ലാം ഇക്കാര്യത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ 2 കോളേജുകൾ അവിടെയുണ്ട്. ഒരു ഗവൺമെന്റ് ITI കോളേജും ഒരു സാൻജോ കോളേജും. ഇങ്ങനെ 2 കോളേജുകളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസവും വന്നുപോയി പഠിക്കുന്നതാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം ഈ 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും കാലവർഷം വരാൻ പോവുകയാണ്. വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. ഇത് ആളുകളെ ഏറെ കഷ്ടപ്പാടിലേക്ക് ആക്കും എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സാൻജോ കോളേജിലെ ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾ ഒന്നിച്ച് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഒന്നിച്ചുകൂടി സമരം ചെയ്യുവാൻ തീരുമാനമെടുത്തതിന്റെ വെളിച്ചത്തിലാണ് തേക്കുംകാനത്ത് ഫെബ്രുവരി 5-ാം തീയതി 10:30-ന് പ്രതിഷേധ സമ്മേളനവും ഉപരോധ സമരവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക. ഉപരോധ സമരത്തിന് അധ്യക്ഷത അലങ്കരിക്കുന്നത് സമരസമിതിയുടെ ജനറൽ കൺവീനറായിരിക്കുന്ന VK മാത്യു അവരുകളാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് കിണി രാജേന്ദ്രൻ ഇത് ഉദ്ഘാടനം ചെയ്യും. 5 കിലോമീറ്റർ റോഡിൽ 2 കിലോമീറ്ററിൽ താഴെ ദൂരമാണ് ഭാഗികമായി ടാർ ചെയ്തത്. പാലത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല. അടുത്ത മഴക്കാലത്തിന് മുമ്പ് തൂണുകൾ ഉയർത്തിയില്ലെങ്കിൽ പാലം പണിയും പ്രതിസന്ധിയിലാവും. കോൺട്രാക്ടറെയും സൂപ്പർവൈസർമാരെയും വിളിച്ചാൽ എടുക്കാറില്ലെന്നും സൂപ്പർവൈസർമാരെ തുടരെ മാറ്റുകയുമാണെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. മൂന്നാർ തേക്കടി റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ സർവീസ് ബസ് ഓടിയിട്ട് 3 വർഷമായി. ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷത വഹിക്കുന്ന ഉപരോധ സമരം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ഫാദർ ജോൺ കലൂർ, ഫാദർ എബിൻ ആയിൽമുലിൽ, ബാബു ജോസഫ്, PG സുകുമാരൻ, അജയൻ മാടപ്പിള്ളി എന്നിവർ പ്രസംഗിക്കും. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബെന്നി പാലക്കാട്ട്, VK മാത്യു, ജോസഫ് വട്ടോത്ത്, ജോഷി കന്യാകുഴി, VV ബാബു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ബോഡി ബിൽഡിംഗിൽ ഹാട്രിക് വിജയവുമായി ദേവൻ VS. ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ ഇടുക്കിയായി ഉപ്പുതറ വാഴവേലിൽ VS ദേവന് ഹാട്രിക്. കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ശനിയാഴ്ച അടിമാലിയിൽ നടത്തിയ മത്സരത്തിലാണ് ദേവൻ വിജയം കൊയ്തത്. നടൻ റിയാസ് ഖാനിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. 17-ാം വയസ്സിലാണ് ദേവൻ പരിശീലനം തുടങ്ങിയത്. 19 വർഷമായി തുടരുന്ന പരിശീലനത്തിനിടെ 5 തവണ മിസ്റ്റർ ഇടുക്കിയായി കിരീടമണിഞ്ഞു. ഈ വർഷത്തെ വിജയത്തോടെ തുടർച്ചയായി ചാമ്പ്യനാകുകയും ചെയ്തു. കഴിഞ്ഞ 31-ന് അടിമാലി വെച്ച് നടന്ന മിസ്റ്റർ ഇടുക്കി ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3-ാം തവണയും തുടർച്ചയായി 3-ാം തവണയും മിസ്റ്റർ ഇടുക്കി അടിക്കാൻ പറ്റി. ഇടുക്കി മൊത്തം 5 തവണ ഗോൾഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യനാകാൻ പറ്റി. അപ്പം കഴിഞ്ഞ വർഷം കേരള സെലക്ഷൻ ഉണ്ടായിരുന്നു. അതിന് തേടെ വരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം സംസ്ഥാന മത്സരത്തിൽ 3-ാം സ്ഥാനം നേടിയിരുന്നു. പിതൃ സഹോദരിയുടെ മകനും മിസ്റ്റർ വേൾഡിന്റെ പരിശീലകനുമായ MB സാഗർ, അബിൻ ശ്രീനിവാസൻ എന്നിവരാണ് പരിശീലകർ. മാർച്ച് 1-ന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ദേവൻ. ഇസാഫ് ബാങ്കിന്റെ കരിമ്പൻ ബ്രാഞ്ച് മാനേജരാണ്. ഭാര്യ ധന്യ, മക്കൾ ജാൻവി, ഫെരാൻ. സിറ്റി വിഷൻ, ഉപ്പുതറ. അയ്യപ്പൻകോവിൽ ആനക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തൈപ്പൂയ മഹോത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ 25-ന് ആരംഭിച്ച തൈപ്പൂയ മഹോത്സവമാണ് സമാപിച്ചത്. വിവിധ കലാപരിപാടികളോടെയാണ് ഉത്സവം സംഘടിപ്പിച്ചത്. കിഴക്കേ മാട്ടുക്കട്ട മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുമാണ് മഹാഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും പൂക്കാവടിയുടെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയാണ് മഹാഘോഷയാത്ര സംഘടിപ്പിച്ചത്.
ക്ഷേത്രകമ്പം മാട്ടുക്കട്ട വഴിയാണ് ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിയത്. ഘോഷയാത്രയെ വരവേൽക്കാനും ആസ്വദിക്കാനുമായി നിരവധി ആളുകൾ പാതയോരങ്ങളിൽ കാത്തുനിന്നു. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ മഹാകാണിക്കയും കൊടിയിറക്കവും നടന്നു. തുടർന്ന് നടക്കുന്ന ഗാനമേളയോടുകൂടി ഉത്സവ പരിപാടികൾ സമാപിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഗ്രാമസഭകൾ യോഗം ചേർന്നു. 1 മുതൽ 9 വരെയുള്ള വാർഡുകളിലെ ഗ്രാമസഭകളാണ് നടന്നത്. 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സമിതികൾ ചേർന്ന വികസന സമിതിയിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾ ഗ്രാമസഭയിൽ അംഗീകാരം നേടി. 7-ാം വാർഡ് കാക്കത്തോട്ടിലെ ഗ്രാമസഭ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് അധ്യക്ഷയായി. സിജോ TK, അനിത ബിനു, അപർണ, ഡാലിയ സുനിൽ എന്നിവർ പ്രസംഗിച്ചു. 9-ാം വാർഡ് മാട്ടുത്താവളത്തെ ഗ്രാമസഭ മാട്ടുത്താവളം സാൻസെബാൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ്മോൾ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു ചെമ്പാവിൽ അധ്യക്ഷനായി. ബിന്ദു സജീവ്, അനീഷ് എസ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും ഇടുക്കി കോടതിയിലും ബോംബ് ഭീഷണി. കളക്ടറേറ്റിലും ഇടുക്കി ഡാമിലും കോടതിയിലും വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഇമെയിൽ വഴിയാണ് ഭീഷണി ഉണ്ടായതെന്നാണ് വിവരം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിൽ സംരക്ഷണ ഭിത്തി നിലനിൽക്കുമ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രിയും MP-യും കണ്ണടച്ചിരുട്ടാക്കുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ തടസ്സമായ ഈട്ടിമരം. റോഡ് നിർമ്മാണം നിലച്ചു. വനം വകുപ്പ് മരം മുറിച്ചു മാറ്റി റോഡ് നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന ആവശ്യം. വരയാടുകളുടെ പ്രജനനകാലം മുൻനിർത്തി വിനോദസഞ്ചാര കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായുള്ള രാജമല അടച്ചു. ഇനി 2 മാസത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ഏപ്രിൽ 1-ന് വീണ്ടും സന്ദർശകർക്കായി ഉദ്യാനം തുറക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.